ചില ടേംസ് കേൾക്കുമ്പോൾ പേഷ്യൻസ് ഒരുപാട് കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അതിലൊന്നാണ് ഹിസ്ട്രോസ്കോപ്പിയും ലാപ്രോസ്കോപ്പിയും. അപ്പോൾ പലവരും ചോദിക്കുന്നത് ഇത് രണ്ടും ഒന്നാണോ, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ആക്കി തരാം. ലാപ്രോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയർ നമുക്കറിയാം. പൊക്കിളിൻ്റെ മേലെ ഒരു 1 സെൻറ്റിമീറ്റർ ഇൻസിഷൻ ഇട്ട് അതിലൂടെ പോട്ട് കടത്തിവിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കയറ്റിവിട്ടാണ് ഈ വയറ് വീർപ്പിച്ച് ലാപ്രോസ്കോപ്പ് കടത്തിവിടുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിലോ അണ്ടാശയത്തിലോ വരുന്ന കുഴപ്പങ്ങൾ, അതൊരു ഫൈബ്രോയിഡ് ആവാം, ഒവേറിയൻ സിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് നീക്കം ചെയ്യുന്നതാവാം, സ്റ്റെറിലൈസേഷൻ ആവാം. ഈ പ്രൊസീജിയർ എല്ലാമാണ് നമ്മൾ ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 സ്റ്റിച്ച് വയറിൽ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, അത് നമ്മൾ യൂട്രൈൻ ക്യാവിറ്റീൻ്റെ അകം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിൽ നമ്മൾ യോണി വഴി ഗർഭപാത്രത്തിൻ്റെ അകത്തേക്ക് ഈ ഒരു നേരിയ സ്കോപ്പ്, അതായത് 3 മില്ലിമീറ്ററിൻ്റെ താഴെ വരുന്ന സ്കോപ്പ് കടത്തി വിട്ടാണ് നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി വിഷ്വലൈസ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഗർഭപാത്രത്തിൻ്റെ അകത്ത് വരുന്ന ഫൈബ്രോയിഡ്സോ പോളിപ്സോ ഒട്ടലുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷന് വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ സ്റ്റിച്ചിൻ്റെയോ വേറെ ഒരു കാര്യത്തിൻ്റെയും ആവശ്യമില്ല. ഇപ്പോൾ ലാപ്രോസ്കോപ്പിയും ഹിസ്ട്രോസ്കോപ്പിക്കും കൃത്യമായിട്ടുള്ള പർപ്പസുകളുണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. ഒരു പേഷ്യൻ്റെ അസസ്മെൻറ്റും ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് തക്കതായിട്ട് പ്രൊസീജിയർ ഡോക്ടർ ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും.